Hello my dear children, our today's topic is check the division result. Chapter 8 last topic ആണിത്. നമ്മൾ ചാപ്റ്റർ 8 എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത് എന്ന് പഠിച്ചിരുന്നു അല്ലേ. ഇനി നമുക്ക് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ആൻസർ അല്ലെങ്കിൽ നമ്മൾ ഡിവൈഡ് ചെയ്ത മെത്തേഡ് കറക്റ്റ് തന്നെയാണോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ ഒരു മെത്തേഡ് ഉണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്കിന്ന് നോക്കാം. For that let's find 22 divided by 4. 22നെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ചെക്ക് ചെയ്യേണ്ടത് ടേബിൾ ഓഫ് 4 ആണ്. When we are checking the table of 4 we get 5 4s are 20. So നമുക്കിവിടെ എഴുതാം 5 into 4 is 20 and when we are subtracting we get here 2 as a reminder. So അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം, 22 is the dividend അല്ല. Here 22 is the dividend, 4 is the divisor, 5 is the quotient and 2 is the remainder. That is, the dividend is 22, divisor is 4, quotient is 5 and the remainder is 2. Okay, ഇത് ഈ ടേംസ് നമ്മൾ മുന്നേ നോക്കിയതാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ ചെയ്തിരിക്കുന്ന ഇത് കറക്റ്റ് തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രം ദിസ് വി ക്യാൻ റൈറ്റ് ദാറ്റ് ഈസ് ഡിവിഡൻഡ്. ഹിയർ ഇറ്റ് ഈസ് 22 ഈസ് ഈക്വൽ ടു 4 into 5. ഓക്കെ, 4 into 5 പ്ലസ് 2 എന്ന് പറയുന്നത് ഇവിടുത്തെ റിമൈൻഡർ. 4 ഡിവൈസർ, കോഷ്യൻ്റ് 5. 4 into 5 എത്രയാണ്? 20 പ്ലസ് 2 വാട്ട് 2 എന്ന് പറയുന്നത് ഇവിടെ റിമൈൻഡർ കേട്ടോ. 20 പ്ലസ് 2 ഈസ് 22. അത് തന്നെയാണ് എന്ത്, ഡിവിഡൻഡ് അല്ലേ. അപ്പോൾ ഏതൊരു കേസ് നമ്മളിങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയാലും നമുക്ക് ഈ ഒരു ആൻസർ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ദാറ്റ് ഈസ് ഡിവിഡൻഡ് ഈസ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യൻ്റ് പ്ലസ് റിമൈൻഡർ. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് കറക്റ്റ് തന്നെയാണോ എന്നറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്ത് നോക്കിയാൽ മതി എന്നറിയാമോ, ഡിവൈസറിനെ കോഷ്യൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, നമുക്കൊരു പ്രോബ്ലം ചെയ്താൽ അതിൽ ഡിവൈസർ ഉണ്ടാവും, കോഷ്യൻ്റ് ഉണ്ടാവും അല്ലേ. ആദ്യം അത് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് കിട്ടുന്ന ആൻസറിനെ അതിൻ്റെ റിമൈൻഡർ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ നമ്മുടെ ഡിവിഡൻഡ് ആയിരുന്നു എങ്കിൽ നമ്മൾ ചെയ്തിരിക്കുന്ന റിസൾട്ട് കറക്റ്റാണ്. ഇനി നമ്മൾ ഈ പ്രോസസ്സ് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് റിമൈൻഡർ ആഡ് ചെയ്യുമ്പോൾ ഇതല്ല കിട്ടുന്നത്, ഡിവിഡൻഡ് അല്ല കിട്ടുന്നത് എങ്കിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് തെറ്റാണെന്നാണ് അർത്ഥം. കുറച്ച് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്കത് ക്ലിയർ ആവും. സി ദ പേജ് നമ്പർ 30. ലെറ്റ് us try 8.4. Question number 1. Tick the correct division sentences and cross the incorrect ones. Replace the incorrect division sentences with the correct ones. One is done for you. Okay, division sentence നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് വരുന്ന ഈ ഡിവിഷൻ സെൻറ്റൻസ് കറക്റ്റ് ആക്കിയിട്ട് കറക്റ്റ് തന്നെയാണോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, ഇവിടെ കുറച്ച് ഡിവിഷൻ സെൻറ്റൻസുകൾ തന്നിട്ടുണ്ട്. ഇത് കറക്റ്റ് തന്നെയാണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, വി നോ ദാറ്റ് ഡിവൈസർ ഇൻറ്റു കോഷ്യൻ്റ് പ്ലസ് റിമൈൻഡർ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടണം, ഡിവിഡൻഡ് കിട്ടണം അല്ലേ. ഡിവൈസർ ഇൻറ്റു കോഷ്യൻ്റ് പ്ലസ് റിമൈൻഡർ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിവിഡൻഡ് കിട്ടണം. എങ്കിലാണ് നമ്മളുടെ ഈ ഡിവിഷൻ സെൻറ്റൻസ് കറക്റ്റ് ആവുക. അപ്പോൾ ഫസ്റ്റ് കേസിൽ നോക്കൂ, 110 ഡിവൈഡഡ് ബൈ 9 ഈസ് ഈക്വൽ ടു 12. ഓക്കെ, ആൻഡ് ദ റിമൈൻഡർ ഈസ് 2. അപ്പോൾ ഈ ഒരു കേസ് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഡിവൈസർ ഇൻറ്റു കോഷ്യൻ്റ്, ഇവിടുത്തെ ഡിവൈസർ 9 ആണ്. 9 ഇൻറ്റു കോഷ്യൻ്റ് വരുന്നത് 12 ആണ്. അപ്പോൾ 9 ഇൻറ്റു 12 പ്ലസ് റിമൈൻഡർ ഇവിടെ 2 ആണ്, പ്ലസ് 2. അത് ചെയ്ത് കഴിയുമ്പോൾ 110 എന്ന് കിട്ടുന്നുണ്ട്. അതായത് ഡിവിഡൻഡ്, ഇവിടുത്തെ ഡിവിഡൻഡ് ആണ് ആൻസറായി കിട്ടിയത്. സോ ഈ സെൻറ്റൻസ് കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ അത് ടിക്ക് ചെയ്തു. ഇനി സെക്കൻഡ് വൺ നോക്കാം. 104 ഡിവൈഡഡ് ബൈ 6 ഇസ് ഈക്വൽ ടു 17. റിമൈൻഡർ ഈസ് 1. അപ്പോൾ ഈ 104 എന്ന് പറയുന്നത് ഇവിടുത്തെ ഡിവിഡൻഡ്, 6 ഈസ് ദ ഡിവൈസർ, 17 ഈസ് ദ
quotient, 1 is the remainder. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാം. ഈ ഒരു സെൻറ്റൻസ് നോക്കാം. ഡിവൈസർ, അപ്പോൾ ഇവിടുത്തെ ഡിവൈസർ ഏതാണ്? 6 ഇൻറ്റു കോഷ്യൻ്റ് എത്രയാണ്? 17 പ്ലസ് റിമൈൻഡർ എത്രയാണ്? 1. ഓക്കെ, അപ്പോൾ നമുക്കിത് ചെയ്യുമ്പോൾ ഇവിടുത്തെ ഡിവിഡൻഡ് അതായത് 104 ആണ് കിട്ടുന്നതെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ഫസ്റ്റ് 6 ഇൻറ്റു 17 അതായത് 17 ഇൻറ്റു 6 രണ്ടും ചെയ്താലും കറക്റ്റ് ആണ് അല്ലേ? 6 ഇൻറ്റു 17 ഓർ 17 ഇൻറ്റു 6. അപ്പോൾ നമുക്ക് 17 ഇൻറ്റു 6 നോക്കാം. 7 6 are 42. 42ൽ 2 we write here and 4 write as carry over. 1 into 6 is 6. 6 plus 4 is 10. 102. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 102 കിട്ടി. ഇനി റിമൈൻഡർ ആഡ് ചെയ്യണം അല്ലേ? പ്ലസ് 1 ചെയ്താൽ വി ഗെറ്റ് 103. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 103 ആണ് കിട്ടിയത്. ഈ 103 എന്ന് പറയുന്നത് ഇവിടുത്തെ ഡിവിഡൻഡ് ആണോ? നോ, ഇത് 104 ആണല്ലേ. സോ ഈ സെൻറ്റൻസ്, ഈ ഡിവിഷൻ സെൻറ്റൻസ് എന്താണ്? ഇൻകറക്റ്റ് ആണ്. അപ്പോൾ നമുക്കിതിനെ ക്രോസ് ചെയ്യാം. ഓക്കെ, ഇനി see this one. 757 divided by 4 is equal to 189. The remainder is 1. Here this is the dividend, 4 is the divisor, 189 is the quotient and 1 is the remainder. അപ്പോൾ നമുക്കിത് നോക്കാം. ഡിവൈസർ ഇൻറ്റു കോഷ്യൻ്റ്. അപ്പോൾ ഇവിടുത്തെ ഡിവൈസർ 4 ആണ് ഇൻറ്റു കോഷ്യൻ്റ് 189 പ്ലസ് റിമൈൻഡർ 1 ആണ്. ഇത് എത്രയാണ് ആൻസർ കിട്ടുക നോക്കാം. ഈ ആൻസർ 757 ആണ് ഇവിടെ വരുന്നതെങ്കിൽ ഈ സെൻറ്റൻസ് കറക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് 189 ഇൻറ്റു 4 നോക്കാം. ഓക്കെ, 189 ഇൻറ്റു 4. 9 into 4 is 36. 36ൽ 6 we write here and 3 write as carry over. 8 into 4 is 32. 32 plus 3 35. 35ൽ 5 ഇവിടെ എഴുതി and 3 is the carry over. 1 into 4 is 4. 4 plus 3 7. 756 ആണ് വന്നത് അല്ലേ? ഇവിടെ എത്രയാണ്? 757 ആണ്. അപ്പോൾ ദിസ് ഈസ് നോട്ട് കറക്റ്റ്. അപ്പോൾ നമുക്കിവിടെ ക്രോസ് ചെയ്യാം. ഓക്കെ, ഇതേപോലെ ഈ ലാസ്റ്റ് ഡിവിഷൻ സെൻറ്റൻസ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് കറക്റ്റ് ആണെങ്കിൽ ടിക്ക് ചെയ്യുക, ഇൻകറക്റ്റ് ആണെങ്കിൽ ക്രോസ് ചെയ്യുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, സോൾവ് ദ ഡിവിഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് വെരിഫൈ യുവർ ആൻസേഴ്സ്. താഴെ കൊടുത്തിട്ടുള്ള ഡിവിഷൻ സ്റ്റേറ്റ്മെൻറ്റ് ആൻസർ കണ്ടുപിടിച്ചിട്ട് അത് കറക്റ്റ് തന്നെയാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് 969 ഡിവൈഡഡ് ബൈ 4. So here 969 is the dividend, 4 is the divisor. നമ്മൾ 4 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ we have to check the table of 4. അപ്പോൾ ഫസ്റ്റ് we take the digit 9. 9ൽ 4 എത്ര ടൈംസ് വരുന്നുണ്ട് നോക്കാം. We get 2 times. 2 into 4 is 8. Okay. Now subtract. 9 minus 8 is 1. Here next we write the next digit 6. So the number will become 16. ഇനി 4ൻ്റെ ടേബിളിൽ ചെക്ക് ചെയ്യാം. 16 എന്നുള്ളത് how many times come? 4 times. 4 into 4 is 16. Now subtract. 16 minus 16 is 0. Now write the next digit. It is 9. ഈ 9 എത്ര ടൈംസ് 4ൽ വരുന്നു? അതായത് 4ൻ്റെ ടേബിളിൽ ചെക്ക് ചെയ്യുക 9. Okay, how many times? 2. 2 into 4 is 8. 9 minus 8 is 1. So here the dividend is 969, divisor is 4, quotient is 242 and the remainder is 1. Okay, ഇനി നമ്മൾ ചെയ്തിരിക്കുന്നത് കറക്റ്റ് തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എന്താണ്? ഡിവിഡൻഡ് ഇസ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യൻ്റ് പ്ലസ് റിമൈൻഡർ. ഓക്കെ, ഇതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഡിവിഡൻഡ് കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഡിവൈസർ ഇൻറ്റു കോഷ്യൻ്റ്. ഡിവൈസർ 4 ആണ്, കോഷ്യൻ്റ് 242. അപ്പോൾ 242 ഇൻറ്റു 4 പ്ലസ് റിമൈൻഡർ ഇസ് 1. ചെക്ക് ചെയ്യാം.
242 into 4 ചെയ്ത് നോക്കാം. ഓക്കെ, 2 4s are 8, 4 4s are 16. അപ്പോൾ 6 നമ്മളിവിടെ എഴുതി, 1 ഇവിടെ എഴുതി. 2 into 4 is 8, 8 plus 1 is 9. 968 plus 1. 968 plus 1 is 969. ഓക്കെ, സോ ഈ 9 നമുക്കിത് ചെയ്തപ്പോൾ എന്ത് കിട്ടി? 969 കിട്ടിയില്ലേ? ഇത് തന്നെയാണ് എന്ത്? ഡിവിഡൻഡ്. സോ നമ്മൾ ചെയ്തിരിക്കുന്ന റിസൾട്ട് കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ നെക്സ്റ്റ് പ്രോബ്ലം 99 ഡിവൈഡഡ് ബൈ 3 ആൻഡ് ബാക്കിയുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇതേപോലെ ഡിവൈഡ് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഡിവൈസർ ഇൻറ്റു കോഷ്യൻ്റ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് പ്ലസ് റിമൈൻഡർ ആഡ് ചെയ്താൽ ഈ ഒരു റിസൾട്ട് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണോ എന്ന്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 2 കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ നോട്ട്ബുക്കിൽ അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. സീ യു നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.